ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്കിന്ന് റീസെൻ്റ്ലി ഞാനൊരു ഫുൾ ടൈം ഹിജാബി ആയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാനിടുന്ന ഹിജാബ് ട്യൂട്ടോറിയൽസിനായാലും ഹിജാബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് അത്യാവശ്യം വ്യൂസും എൻഗേജ്മെൻറ്റും എനിക്ക് കമൻസും ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഐ തോട്ട് ഷെയറിങ് all of my hijab collections and every must haves as a hijabi girl. നമുക്കെല്ലാം നോക്കാം. ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെ അക്കോർഡിംഗ് ടു യുവർ സ്റ്റൈൽ നിങ്ങൾ എങ്ങനെ ഒരു ഹിജാബ് സ്റ്റൈൽ ചെയ്യണം, ഹിജാബ് ചൂസ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു സ്റ്റൈലിംഗ് ഒരു ഹിജാബി മോഡസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് ടേൺ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഹെഡിങ് ടു ഹിജാബ്സ് നമുക്ക് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നോക്കാം. ഞാനിങ്ങനെ ഹെഡ് കാണിക്കുമ്പോൾ ബാക്ക് കാണുമ്പോൾ എന്താ ഇങ്ങനെ ബാക്കിൽ പൊന്തി നിൽക്കാൻ കാണിക്കുന്നേ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അണ്ടറിൽ. പിന്നെ ഞാൻ അത് പറഞ്ഞുതരാം. എൻ്റെ ലൈക്ക് 3 ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈ ഒരു സ്ക്രഞ്ചിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും സ്ക്രഞ്ചി. ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ളത് സ്ക്രഞ്ചിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ബാക്കിൽ വന്ന് ഇടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സ്ക്രഞ്ചിൻ്റെ ഇതൊരു കണ്ടോ ഇത്ര അത്യാവശ്യം നല്ല ബിഗാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ വോളിയം ബാക്കിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇത്. ഓക്കെ, ഫ്ലവർ ക്രാബാണ്. ആൻഡ് ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇത്രയും ഒന്നും ആവശ്യമില്ല. ലൈക്ക് നിങ്ങൾക്ക് ഇത്രയൊന്നും പൊന്തി നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ ക്രാബിൻ്റെ തന്നെ ഇതൊരു മീഡിയം സൈസിലാണ് വരുന്നത്. ബിഗൊന്നും ആരും യൂസ് ചെയ്യാറില്ല ഇപ്പോൾ. ആൻഡ് ഇതൊരു മീഡിയം സൈസാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു സ്മോളും കൂടെ ഉണ്ട്. അതായാലും ഓക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോ ക്ലിപ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് തിങ്. ആൻഡ് ദെൻ ഒരു ഹിജാബ് സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹിജാബ് മാത്രം ഇട്ടുകൊണ്ട് കാര്യമല്ല. ലൈക്ക് നമ്മളുടെ ഹാൻഡ് സ്ലീവ് ആണെങ്കിലും സ്റ്റോക്കിങ്സ് ആണെങ്കിലും ഒക്കെ പെയർ ചെയ്യുമ്പോഴാണ് ആ ഒരു ഹിജാബി മോഡസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആവുക. അല്ലാതെ നമ്മൾ ഹിജാബ് കറക്റ്റ് ഇട്ടിട്ട് നമ്മൾ ഹാഫ് സ്ലീവ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ദർ ഇസ് നോ പോയിന്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിക്കാം. ഇതെല്ലാം മസ്റ്റ് ഹൗസ് അല്ല, എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു വൈറ്റ് ഇന്നർ ഉണ്ടല്ലോ, നമ്മളുടെ ഹൈനെക്ക് ആയിട്ടുള്ള വൈറ്റ് ഇന്നർ യൂസ് ചെയ്യാം, ബ്ലാക്ക് ഇന്നർ യൂസ് ചെയ്യാം, സ്കിൻ കളർ യൂസ് ചെയ്യാം. ഈ 3 ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ഫിറ്റിലോട്ടും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ദെൻ ഞാൻ വാങ്ങിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റമാണ്. ഇത് രണ്ടും ഞാൻ സാവനിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ, ഇത് ഒരുപാട് അവൈലബിൾ ആണ്. ലൈക്ക് സാവനിന്ന് മാത്രം വേണമെന്നില്ല, എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇത് കണ്ടോ സ്ലീവ് എക്സ്റ്റെൻഡർ ആണ്. ലൈക്ക് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. ഇടാതെ ഫുൾ നെക്കിലൂടെ ഇടാണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. കണ്ടോ, പർദ്ദയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബോ കൂടെ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, പർദ്ദ ഇടുമ്പോൾ നമ്മളിത് ഉള്ളിലിട്ടിട്ട് ഇതിങ്ങനെ മേലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ നമുക്കൊരു സ്ലീവ് എക്സ്റ്റെൻഡർ ആണിത്. ഓക്കെ, പല ടൈപ്പ് സ്ലീവ് എക്സ്റ്റെൻഡർ ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് ബോ വരുന്ന ടൈപ്പാണ്. ദെൻ ഇതുപോലുള്ള ഒന്നാണ് ഇതും ഒരു സ്ലീവ് എക്സ്റ്റെൻഡർ ആണ്. വെറുതെ നമുക്ക് ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സാണെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. ലൈക്ക് കൂടുതൽ നമുക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ ഇടാൻ പറ്റും. നമ്മൾ ഏതൊരു ഔട്ട്ഫിറ്റ് ഇടുകയാണെങ്കിലും നമുക്കതിൽ ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റും. ഭയങ്കര ക്ലാസ്സിയാണ്, ഭയങ്കര എലഗൻ്റാണ്. ഒരു മോഡസ്റ്റ് ലുക്കിനെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ എലവേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സ്ലീവ് എക്സ്റ്റെൻഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. നമ്മളുടെ റെഗുലർ ഇന്നേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ബെറ്ററാണ്. ഇങ്ങനെ പിന്നെ ഇതുപോലെ 2 ഇന്നേഴ്സ് ഉണ്ട്. ഇത് ഹൈനെക്ക് ഇന്നേഴ്സാണ്. ഇത് ഞാൻ മിന്ത്രയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതും അതുപോലെ തന്നെയാണ്. ബട്ട് നമുക്ക് ഹൈനെക്കായിട്ട് നെക്കിലും കൂടെ കവറേജ് കിട്ടുന്ന ടൈപ്പാണ്. നെറ്റ് തന്നെയാണ് വരുന്നത്. കണ്ടോ ഇങ്ങനെ. ഇതും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ഇന്നർ ടൈപ്പ്, ടർട്ടിൽ നെക്ക് ഇന്നർ ടൈപ്പാണ്. സോ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. ബട്ട് കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല, നമുക്കൊരു കംഫർട്ട്നെസ്സും ഉണ്ടാവും. ഓക്കെ, വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ലീവ് എക്സ്റ്റെൻഡേഴ്സ്. ലൈക്ക് നമുക്ക് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യാതെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയതാണ്. സ്ലീവ്സും ഉണ്ട്, അതുപോലെ തന്നെ നെക്കും ഉണ്ട്. ഓക്കെ,
ഇത് പേസ്റ്റൽ പാരറ്റ്സ് എന്നാണ്. കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്കും കവറാവും, കൈ സ്ലീവും കവറാവും, ബട്ട് നമുക്ക് ഫുൾ ബോഡി ലെയർ ചെയ്ത പോലെ ഫീൽ ചെയ്യൂല. ഓക്കെ, ഇതാണ് പിന്നെ വരുന്നത്. ഇതൊക്കെ സ്ലീവ് എക്സ്റ്റെൻഡേഴ്സ് ആണ്. ഇതൊക്കെ പല പല ടൈപ്പ് ആണെന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഇന്നേഴ്സ് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് അണ്ടർ ക്യാപ്സും കാണിച്ചു തരാം. എല്ലാവർക്കും പരിചയം ഉണ്ടാവാതെ ഈ ഒരു അണ്ടർ ക്യാപ്പ് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ കെട്ടുന്ന ടൈപ്പ്. ഇത് വളരെ പഴയതാണ്. ലൈക്ക് ഇതല്ല ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ഇതാ ഈ ഒരു അണ്ടർ ക്യാപ്പാണ്. ഓക്കെ, ഇത് ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ബ്രീത്തബിൾ ആണ്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു അണ്ടർ ക്യാപ്പാണ് ഇത്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതും അതാണ്. ഓക്കെ, അത് നമുക്ക് ഹെഡിലുണ്ടെന്ന് പോലും ഫീൽ ചെയ്യൂല. അതാണ് ഒന്ന്. പിന്നെ ഇതാണ് ട്യൂബ് ക്യാപ്പ്. ഓക്കെ, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടും ഇങ്ങനെ തന്നെ വരുന്ന ട്യൂബ് ക്യാപ്പ്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ ഇതാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നിയത് ഹെഡിലോട്ട്. ആൻഡ് ഇതും ഓക്കെയാണ്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ ഒരു ഗ്രിപ്പ് കിട്ടാൻ എല്ലാവരും ഇതാണ് യൂസ് ചെയ്യൽ. ആൻഡ് ദെൻ ദിസ് ഈസ് മൈ ന്യൂ അണ്ടർ ക്യാപ്പ്. ഇതെനിക്ക് LBH ഇന്ത്യ സെൻഡ് ചെയ്ത് തന്നതാണ്. ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. ലൈക്ക് ഇത് ഞാൻ പ്രൊമോഷനായിട്ട് അങ്ങനെയൊന്നും പറയുന്നതല്ല, ബട്ട് ഭയങ്കര ബ്രീത്തബിളാണ്. എന്നാൽ ഭയങ്കര ഹെവി അല്ല. ആൻഡ് നമുക്ക് ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അണ്ടർ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 1 2 3 4 ലിറ്ററലി 4 ഷെയ്ഡ്സ് ഉണ്ട്. ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്, ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്, ഇതൊരു ലൈറ്റർ ഷെയ്ഡാണ്, ഇതൊരു ഡാർക്കർ ഷെയ്ഡാണ്, ഇത് അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ലിറ്ററലി 4 ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന അണ്ടർ ക്യാപ്പാണ് ഇത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സോഫ്റ്റാണ്. പിന്നുള്ള ആക്സസറീസ് ഇതൊക്കെയാണ്. ലൈക്ക് നിങ്ങളിതുവരെ ഹിജാബ് മാഗ്നറ്റ്സ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഹിജാബ് മാഗ്നറ്റ്സ് ട്രൈ ചെയ്യണം. കാരണം അത് നമ്മളുടെ ഹിജാബിനെ കേട് വരുത്തൂല. ഇതാണ് സംഭവം. ഇത് സംഭവം ഇത്ര ചെറുതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്ക് ചെയ്യും. ലൈക്ക് ഹിജാബ് അത്രയും പ്രോപ്പറായിട്ട് നിൽക്കും. ദെൻ പിന്നെ തട്ടോ പൊട്ടോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. കറക്റ്റ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരൊറ്റ പ്രശ്നമുള്ളൂ, സംഭവം ചാടിപ്പോകും. ഒരു 2-3 വാങ്ങി വെക്കേണ്ടി വരും. ആൻഡ് ദെൻ നമുക്കറിയുന്ന പോലെ ബോൾ പിൻസ്. അത് സ്മോൾ ഉണ്ട്, ബിഗ് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ഇൻവിസിബിൾ ബോൾ പിൻസും ഉണ്ട്. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സേഫ്റ്റി പിന്നും ഇപ്പോൾ പല ഫാൻസി സേഫ്റ്റി പിൻസൊക്കെ അവൈലബിൾ ആണ്. അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിൽ നോർമൽ സേഫ്റ്റി പിൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഹിജാബ്സ് കാണിച്ചു തരാം. ഓക്കെ, ദീസ് ആർ മൈ ഹിജാബ്സ്. ഇതെല്ലാം എൻ്റെ പ്ലെയിൻ ജോർജറ്റ് ഹിജാബ്സ് ആണ്. കണ്ടോ, ഇതെല്ലാം ഞാൻ എടുത്ത് കാണിച്ചു തരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രം എടുത്ത് കാണിച്ചു തരാം. നമ്മളുടെ ഫ്ലോയി ഹിജാബ് ലുക്കില്ലേ, അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ ബ്രൈഡ്സൊക്കെ യൂഷ്വലി കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഈ ഒരു ഹിജാബാണ്. സോ മീൻസ് ഇതാണ് നമുക്ക് ആ ഒരു ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഹിജാബാണ് ഇത്. ഓക്കെ, സി നമ്മളുടെ ഒരു ഹിജാബി എറ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഐ തിങ്ക് ഇത് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ജോർജറ്റ് ഒരു ഷിഫോൺ രണ്ടും പറയാറുണ്ട് ആൾക്കാർ ഇതിന്. സോ ഇതാണത്. ദെൻ ഷിമ്മർ ഹിജാബ്സ്. ഇതാണ് ഷിമ്മർ ഹിജാബ്സ്. ഓക്കെ, ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഞാൻ കാണിച്ചു തരാം. അല്ലാതെ എൻ്റെ കയ്യിലുള്ള ഹിജാബ്സ് ഫുള്ള് കാണിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഷിമ്മർ ഹിജാബ്സ്. ലൈക്ക് കണ്ടോ, ഒരു ഷിമ്മറി. ഐ മീൻ നമുക്കറിയാൻ പറ്റും. മറ്റ് ഷോൾസൊക്കെ നമ്മൾ എത്ര വലിയ പാർട്ടി വെയർ ഇട്ടാലും സംടൈംസ് നമ്മളുടെ ആ ഒരു ലുക്ക് നമ്മൾ ആ ഹിജാബ് ഇടുന്നതിൽ പോകും, അത്ര അടിപൊളിയാണെങ്കിലും. ബട്ട് ഈ ഹിജാബ്സ് ഒരു ലൈഫ് സേവിയർ ആണ്. ലൈക്ക് നമ്മളുടെ പാർട്ടി വെയറിന് ഒരു അടിപൊളിയാണ് ഈ ഒരു ഹിജാബ്. കണ്ടോ, ലുക്ക് അറ്റ് ദിസ്. ഭയങ്കര നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ പലരും പറയാറുണ്ട് ഇത് നിൽക്കുന്നില്ല, ഇത് നേരെ നിൽക്കുന്നില്ല, ഇത് കറക്റ്റ് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ലൈക്ക് നമ്മുടെ ഉള്ളിലൊരു അണ്ടർ ക്യാപ്പെങ്കിലും ജസ്റ്റ് ഇടണം. എന്നിട്ടിട്ടാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഹെയർ കറക്റ്റായിട്ട് സ്റ്റൈൽ ചെയ്യണം, എന്നിട്ടിടണം. ഓക്കെ, ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഔട്ട്ഫിറ്റ്, ഐ മീൻ പാർട്ടി വെയറാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഏത് പാർട്ടി വെയറും നമുക്ക് അതിൻ്റെ ആ ഒരു ലുക്ക് കളയാതെ തന്നെ
നമുക്ക് പാർട്ടി വെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഹിജാബ്. ദെൻ മൈ മോസ്റ്റ് ഫേവറേറ്റ് ഇതാണ് എൻ്റെ കറണ്ട് മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാം, ജേഴ്സി ഹിജാബ്സ്. എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. ഓക്കെ, പല ഷെയ്ഡ്സും ഉണ്ട്, എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് ഏറ്റവും വേണ്ടത് കംഫേർട്ടാണല്ലോ അല്ലേ. അതേപോലെ തന്നെ നമ്മളിട്ട സാധനം അവിടെ നിൽക്കണം. അതുപോലെ പറയുക, ജേഴ്സി ഹിജാബിനെ കുറിച്ച് ഇനി ഞാനൊന്നും പറയണ്ടല്ലോ, കാരണം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും ജേഴ്സി ഹിജാബ്. ലൈക്ക് ഒരു എവ്രിഡേ ഹിജാബ് എന്ന് പറയണമെങ്കിൽ ഇത് തന്നെയാണ്. എവ്രിഡേ നമ്മൾ ഏത് ലുക്കിലോട്ടും പെയർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇത് ഒന്നും പറയാനല്ല, 10 on 10 ആണ്. ജേഴ്സി ഹിജാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ ജേഴ്സി ഹിജാബ്, ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ജേഴ്സിയാണ്. ഈ ഒരു ഹിജാബിലോട്ട് നമ്മൾ സ്വിച്ച് ആയി കഴിഞ്ഞാൽ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. ലിറ്ററലി ഗൈസ്, നമുക്ക് പിന്ന് വേണ്ട, ഇപ്പം ഞാൻ കാണിച്ചു തന്ന മാഗ്നറ്റ് വേണ്ട, ബോൾ പിന്ന് വേണ്ട, ഒന്നും വേണ്ട. എടുക്കുക, ഇടുക, റോൾ ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. അല്ല റോൾ ചെയ്യണ്ട, ഇങ്ങനെ ഇടുക, ഇങ്ങോട്ടിടുക, പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ ജേഴ്സി ഹിജാബ്. പിന്നെ നമ്മളുടെ മൊഡാൽ ഹിജാബ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൊഡാൽ ഹിജാബ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാനൊരു ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഓക്കെ. പിന്നെ പ്രിൻറ്റഡ് ഹിജാബ്സ്, ഇപ്പം നിങ്ങൾക്ക് ഈ കണ്ടിലൊന്നും പ്രിൻറ്റഡ് ഹിജാബ്സ് കാണാനുണ്ടാവില്ല. കാരണം ഹിജാബ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഐ മീൻ ഞാനൊരു 3-4 years ആയിട്ട് യൂസ് ചെയ്യാറില്ല. സോ എൻ്റെ കയ്യിൽ സ്റ്റോക്കൊന്നുമില്ല. ലൈക്ക് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. സോ എൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ഹിജാബ്സ് ഇല്ല. ആകെ ഒരു അനിമൽ പ്രിൻറ്റ് ഹിജാബ്സേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇതും ഞാൻ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടാവും. ലൈക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. എന്നാലും ആ ഹിജാബ് ഇട്ട ആ വീഡിയോൻ്റെ വ്യൂസൊന്നും എനിക്ക് ഈ വീഡിയോയിൽ കിട്ടാൻ പോകുന്നില്ല. സോ ഇതാണത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി പ്രിൻറ്റഡ് ഹിജാബ് ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ഇപ്പം കയ്യിൽ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി ഐറ്റം കാണിച്ചു തരാം. അടിപൊളി ഒന്നല്ല, അടിപൊളി 2 ഐറ്റം കാണിച്ചു തരാം. ഹിജാബി ഇതൊരു എന്താ പറയുക, ഇതൊരു ഗ്രേറ്റ് ഇന്നോവേഷൻ ആണെന്ന് ഞാൻ പറയും. അതായത് ഒരു ഗ്രേറ്റ് ലോഞ്ചാണ്. അതായത് അത്രയും കാണിച്ചു തരാം എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഐറ്റം. സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് LBH ഇന്ത്യൻ്റെ ഫസ്റ്റ് എവർ, ഐ മീൻ ന്യൂ ലോഞ്ച് ആണ്. കാണിച്ചു തരാം ഞാൻ. സി, അതായത് നമുക്ക് ലിറ്ററലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്. ഓക്കെ, നിങ്ങൾ കണ്ടോ? സി, കണ്ടോ? ഇൻസ്റ്റൻറ്റ് ഹിജാബ്സ് ആണ്. ഓക്കെ, സി, ഇതാകുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്പ് വേണ്ട. ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഒരു ആക്സസറീസോ ഒന്നും വേണ്ട. ലൈക്ക് എന്താ പറയുക, കണ്ടോ? ലിറ്ററലി വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് നമ്മളുടെ ഹിജാബ് ഡൺ. കണ്ടോ? ഇത്രയും ലെങ്ത് ഇനിയും ബാക്കി. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഹിജാബ്. ലൈക്ക് ഇതിൻ്റെ നെയിം തന്നെ അതാ, ഇൻസ്റ്റൻറ്റ് ഹിജാബ്സ് ആണ്. ലിറ്ററലി വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇടാൻ പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഇങ്ങനത്തെ ഹിജാബ്സും കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ ഇത് നമ്മൾ പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ ഹിജാബാണ്. കണ്ടോ? ഫുള്ളി വർക്ക് വന്നിട്ട്, അതായത് നമുക്ക് പാർട്ടി വെയറൊക്കെ ഈസി ആയിട്ട് ഇങ്ങനത്തെ ഹിജാബ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. കണ്ടോ? ഇത് ഫുള്ളി വർക്ക് ഉണ്ട്. ആൻഡ് അങ്ങനെ അല്ലാതെ നമുക്ക് ഇവിടെ മാത്രം വർക്ക് വരുന്ന ടൈപ്പൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. ആൻഡ് ഇതൊരു ഷിമ്മർ ഫാബ്രിക്കാണ്. ഇതിന്മൊരു ഷിമ്മറും ഉണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് പാർട്ടി വെയർസിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റമാണിത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ ഞാൻ മേ ബി ഇതിൻ്റെ സ്റ്റൈലിംഗ് വീഡിയോ ഇട്ടിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇട്ടുണ്ടാവുക, അതറിയില്ല. ബട്ട് സ്റ്റൈലിംഗ് വീഡിയോസ് ഞാൻ പിന്നെ ഇടാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കിതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്നുള്ള വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
ഓക്കെ ആൻഡ് ബൈ.